തന്നെയാണ് മുക്തി. പക്ഷെ നാം ഉദ്ദേശിക്കുന്ന ശരീരത്തിന്റെ സുഖമല്ല, മറിച്ച് ആത്മാവിന്റെ അവസ്ഥയാണ് ഈ മുക്തി എന്നുള്ളത്. ശരീരത്തിന്റെ സുഖം ഇന്ന് വരും, നാളെ പോവും. ഇവിടെ മുക്തി എന്ന് വെച്ചാൽ മുക്തി രഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. നമ്മുടെ അന്യഥാരൂപത്തെ ഇല്ലാതെയാക്കി ഈ സ്വരൂപത്തെക്കുറിച്ചൊരു ധാരണയാണ് ഈ മുക്തി എന്ന ലക്ഷണത്തെ പറയുന്ന ഈ ഏകാദശ സ്കന്ധത്തെ ശ്രവിച്ചാൽ നമുക്ക് ലഭിക്കുക. നമ്മുടെ സ്വരൂപം എന്താണ് എന്ന് ചിന്തിക്കുക. ഈ ലോകത്തിലെ ഓരോരോ കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നുക നമുക്ക്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് മുക്തി കിട്ടുക. പണ്ടൊരു സന്യാസി ഒരു കിണറിന്റെ പക്കത്തിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ കിണറിന്റെ പക്കത്തിരിക്കുന്ന സമയത്താണ് അതിലൂടെ അതിഗംഭീരമായിട്ടുള്ളൊരു വിവാഹ ഘോഷയാത്ര പോവുകയാണ്. ഈ വിവാഹ ഘോഷയാത്ര പോകുന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ചു, ഞാനും ഒരു കല്യാണം കഴിച്ചാൽ എന്നെയും ഇതുപോലെ നാദസ്വരമേളത്തോടു കൂടിയൊക്കെ എല്ലാവരും എന്നെ കൊണ്ടുപോകും. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു, സുഖമായിട്ട് ജീവിക്കുകയാണ്. ഒരിക്കലൊരു ദിവസം ഭാര്യ എന്തോ പറഞ്ഞു. ഞാൻ ഭാര്യയുടെ വാക്ക് കേൾക്കാൻ പോയില്ല. അവളൊരൊറ്റ ചവിട്ടി ഞാൻ അങ്ങനെ കിണറ്റിലേക്ക് വീണു എന്ന് സങ്കല്പിക്കലും ഈ സ്വപ്നം കാണുന്ന കിണറിന്റെ പക്കത്തിലെന്നാണ് അയാൾ അങ്ങനെ കിണറ്റിലേക്ക് വീണു. അപ്പോഴാണ് ഈ കല്യാണക്കാരി ശബ്ദം കേട്ട് ഓടി വന്നു. അദ്ദേഹത്തിനെ പിടിച്ച് ഉയർത്തി ചോദിച്ചു, എന്ത് പറ്റി ചോദിച്ചു. ഒന്നുമില്ല, ഞാനേ ഒരു കല്യാണം കഴിച്ചാലോ എന്ന് സ്വപ്നം കണ്ടതാണ്. എന്തിനേ സ്വപ്നം കാണുന്നത്? അങ്ങയുടെ കല്യാണം ഞങ്ങൾ നടത്തി തരാലോ. അയ്യോ, എനിക്കിനി കല്യാണമേ വേണ്ട. എന്തേത്? സ്വപ്നത്തിലുള്ള ഭാര്യ തന്നെ എന്നെ ചവിട്ടി കിണറ്റിലേക്ക് ഇട്ടു. അപ്പൊ യഥാർത്ഥത്തിലൊരു ഭാര്യയെ കിട്ടി അവൾ എന്നെ എന്തും ചെയ്യാൻ പഠിക്കില്ല. അതുകൊണ്ട് എനിക്ക് കല്യാണമേ വേണ്ട എന്നുവെച്ചിട്ട് ആരും കല്യാണം കഴിക്കരുതെന്നല്ല കേട്ടോ ഭാഗവതം പറയണത്. മറ്റുള്ളവരെ കണ്ട് 24 ഗുരുക്കന്മാരെ കുറിച്ചൊക്കെ ഭാഗവതം ആദ്യം പറഞ്ഞു തന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഓരോന്നിനെ കണ്ടറിഞ്ഞ് അതിന്റെ പിന്നാലെ പോവലല്ല മുക്തിക്ക് ഹേതു, പകരം ഈശ്വരനെ സേവിക്കലാണ് മുക്തിക്കുള്ള ഏക ഹേതു എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തുകയാണ് വേണ്ടത്. അപ്പോഴാണ് സ്വരൂപത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഈ സ്വരൂപാവസ്ഥയിലേക്ക് ഒരു ഉദ്ധവനെ മാത്രമല്ല, ഉദ്ധവനിലൂടെ നമ്മെ എല്ലാവരെയും ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതില് 13ാമത്തെ അധ്യായം, ഏകാദശ സ്കന്ധത്തില് 13ാമത്തെ അധ്യായത്തില് സത്വഗുണത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഭഗവാൻ പറയുന്നു. ഈ സത്വഗുണത്തെ വർദ്ധിപ്പിച്ചാൽ നമുക്ക് വേണ്ടതായിരിക്കുന്ന വിദ്യ ലഭിക്കുന്നു എന്നും, പിന്നീട് സനകാദികളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബ്രഹ്മാവിന് സാധിക്കാതെ വന്ന സമയത്ത് ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ച ഭഗവാൻ ഒരു ഹംസരൂപത്തിൽ വന്ന് അവരുടെ സംശയം തീർത്തു കൊടുത്ത ഹംസാവതാരം എന്ന കഥയാണ് ഈ 13ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തരിക. അവിടെ പറഞ്ഞു തരികയാണ്, ഭാഗവതം ആദ്യം തന്നെ പറഞ്ഞു തന്നു, ജ്ഞാനാസ്യമാദ്യായ. തൊട്ടു മുമ്പത്തെ പ്രഭാഷണത്തിലും പറഞ്ഞു, ജ്ഞാനമാകുന്ന വാളിനെ, ജ്ഞാനമാകുന്ന ആയുധത്തെ നാം സ്വീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ വിദ്യയാകുന്ന വാളുകൊണ്ട് ഈ ജീവോപാധിയെ ഖണ്ഡിക്കാനായിട്ട് പറയുന്നു. അപ്പോൾ നല്ല വിദ്യയാണ് നാം നേടേണ്ടത്. എങ്ങനെയാണ് നല്ല വിദ്യ നേടുക? അപ്പോൾ ആലോചിക്കുക, വിദ്യയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കൾ എന്ത് എന്ന് മനസ്സിലാക്കിയാൽ, ആ തടസ്സങ്ങളെ ഇല്ലാതെയാക്കിയാൽ നമുക്ക് നല്ല വിദ്യ ലഭിക്കും. സാമാന്യനെ പലരും പറയും രജസ്തമോ ഗുണങ്ങളാണ് ഈ സദ്വിദ്യയ്ക്ക് തടസ്സമായി നിൽക്കുന്ന വസ്തു എന്ന് മനസ്സിലാക്കുക. അപ്പോഴാണ് പറയണത് ഇവിടെ ഈ രജസ്തമോ ഗുണങ്ങളെ കുറിച്ചോർത്ത് വിഷമിക്കേണ്ട. അവ ഒരിക്കലും ആത്മാവിനെ ബാധിക്കുന്നതല്ല. ഇത് ബുദ്ധിക്കുള്ളത് മാത്രമാണ് ഈ രജസ്തമോ ഗുണങ്ങള്. അപ്പൊ അതുകൊണ്ട് സ്വപ്രയത്നം കൊണ്ട് ഈ രജസ്തമോ ഗുണങ്ങളെ ജയിക്കുകയാണ് വേണ്ടത്. ഏതുകൊണ്ടാണ് ഈ രജസ്തമോ ഗുണങ്ങളെ ജയിക്കാൻ സാധിക്കുക? സത്വഗുണം കൊണ്ട് തന്നെ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും, പിന്നീട് സത്വഗുണത്തെ തന്നെ സത്വഗുണം കൊണ്ട് ജയിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. സത്വാൽ ധർമ്മോ ഭവേൽ വൃദ്ധാൽ പുംസോ മൽഭക്തി ലക്ഷണ
സാത്വികോപാസയാസത്വം തതോ ധർമ്മ പ്രവർത്തത്തെ. അതുകൊണ്ട് സാത്വികരായി തീരാൻ ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നു. സാത്വികരായി തീരെങ്ങനെയാ? നമ്മുടെ സ്വഭാവം രൂപീകൃതമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം നാം കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പം അതുകൊണ്ട് സാത്വികമായിരിക്കുന്ന ഭക്ഷണത്തെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഭാഗവതം പറഞ്ഞു തരും സത്വരജസ്തമോ ഗുണങ്ങളെ കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരും. അപ്പൊ സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ നാവ് എന്ന ഇന്ദ്രിയത്തെ പ്രീതിപ്പെടുത്താനായിട്ടായിരിക്കരുത് ഭക്ഷണം കഴിക്കല്. അഥവാ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നേരം ഈ നാവിന് സുഖം കിട്ടുന്നുണ്ട്? ഈ നാവിന് ഈ സുഖം കിട്ടാൻ വേണ്ടി എത്രണ്ടും പണി ഉണ്ടെന്ന് ആലോചിക്കുക. ഇപ്പൊ നാവ് എന്ന ഇന്ദ്രിയം നല്ല എരിവ് വേണം, നല്ല പുളി വേണം, എന്നാലൊക്കെ നാവിന് സുഖമാവുള്ളൂ. പക്ഷെ നാം ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്ന് പുറകോട്ട് നോക്കിയാലോ, എപ്പോഴാണ് ഈ നാവിന് സ്വാദ് കിട്ടുക, അല്ലെങ്കിൽ എത്ര സമയം സ്വാദ് കിട്ടും, ഇതിനു വേണ്ടി നാം എത്ര കഷ്ടപ്പെടുന്നു എന്ന് ഒരു നിമിഷം ആലോചിക്കുക. അപ്പൊ നമ്മൾ സാത്വികമായിട്ടുള്ള ഭക്ഷണത്തിലേക്ക് പോവും. സ്വാദുവ എന്ന് പറയുന്ന ഭാവത്തിലേക്ക് പോവും. അപ്പൊ നാം ഈ വയലിൽ പോയി അങ്ങനെ അവിടെ കതിരിട്ട് നിൽക്കുന്നത് കണ്ടാൽ നാവിന് എന്തെങ്കിലും സ്വാദം ഉണ്ടാവുമോ? ഒരു സ്വാദം ഉണ്ടാവില്ല. അത് കൊയ്ത് കൊണ്ടുവന്നു, നെല്ലാക്കി കൊണ്ടുവന്നു, അപ്പോൾ നാവിന് സ്വാദുണ്ടോ? സ്വാദില്ല. അത് അരിയായി. ഈ അരി ഇങ്ങനെ കൊണ്ടുവന്ന് മുമ്പിൽ ഇങ്ങനെ വച്ചാൽ നാവിന് എന്തെങ്കിലും സ്വാദുണ്ടോ? ഒരു സ്വാദുമില്ല. അത് പിന്നീട് ചോറാക്കി മാറ്റി. ചോറ് മുമ്പിൽ വിളമ്പിയ സ്വാദുണ്ടോ? ഇല്ല. അപ്പോഴാണ് കൂട്ടാൻ മുതലായിട്ടുള്ള സാധനങ്ങൾ വിളമ്പി, ഇപ്പോഴും ആയില്ല. പിന്നീട് അതിങ്ങനെ നന്നായിട്ട് കൂട്ടി കുഴച്ചു വലിയൊരു ഉരുളയാക്കി ഇതാ ചുണ്ടിന്റെ അടുത്ത് വരെ എത്തി. വായ ഇങ്ങനെ തുറന്നു പിടിച്ചേക്കാം, നാവുമ്പോൾ സ്വാദുണ്ടോ? ഒരു സ്വാദുമില്ല. ഈ ഉരുള നാവിൽ വച്ചപ്പോഴോ, ഉരുള നാവിൽ വയ്ക്കുന്ന ആ സമയത്താണ് സ്വാദ് എന്ന് വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ നാവുമ്പോൾ വെച്ചുകൊണ്ടിരിക്കാറുണ്ടോ? അത് നാവുമ്പോൾ വയ്ക്കലും ഇറക്കലും ഒരേ സമയത്ത് കഴിയും. അപ്പോൾ ഈ ചെറിയ ഒരു നിമിഷത്തിന്റെ സുഖത്തിന് വേണ്ടി എത്രയും പിന്നിലേക്ക് പോകുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതുകൊണ്ട് ജിതം സർവം ജിതേ രസ എന്ന് ഭാഗവതം പറഞ്ഞു. നാവിനെ ജയിച്ചാൽ എല്ലാത്തിനെയും ജയിക്കാം. അപ്പൊ അതുകൊണ്ട് സാത്വികമായിട്ടുള്ള ഭക്ഷണം, അധികം എരിവ് പുളിവ് മുതലായവ അല്ലാത്ത ഭക്ഷണം, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ് നിറച്ച് കഴിക്കാൻ പാടില്ല എന്നാണ്. 1/3 ഭക്ഷണം, 1/3 പിന്നീട് ഒരു ഭാഗം ജലം, പിന്നത്തെ ഭാഗം വെറുതെ വിട്ടോളാം. അപ്പോഴേ ദഹനം എന്നുള്ളത് വേണ്ടവണ്ണം നടക്കും. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 മണിക്കൂറിനുള്ളിലെങ്കിലും അത് കഴിച്ചിരിക്കണം. അങ്ങനെ പല രീതിയിൽ പറയും ഈ സാത്വികമായിട്ടുള്ള ഭക്ഷണത്തിന്റെ കാര്യം. അതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ മഹാബുദ്ധിമുട്ടാവും. ഏകാദശസ്കന്ധത്തിന്റെ പല പല കാര്യങ്ങളും പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. എന്താണെന്ന് വെച്ചാൽ പണ്ടൊരാൾ ക്ഷേത്ര സംസ്കാരങ്ങളെ കുറിച്ച് ഇങ്ങനെ പ്രഭാഷണം ചെയ്യായിരുന്നു. അമ്പലത്തിൽ അങ്ങനെ വന്നാൽ പാപം, ഇങ്ങനെ വന്നാൽ പാപം. കുറേ കഴിഞ്ഞപ്പോൾ വയസ്സായ ഒരു സ്ത്രീ എഴുന്നേറ്റും ചോദിക്കുക, അല്ല അമ്പലത്തിലേക്ക് വരാതിരുന്നാൽ ഈ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അമ്പലത്തിലേക്ക് വന്നാലല്ലേ അപകടമാവുള്ളൂ, വരാണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. ഭാഗവതം ഏകാദശസ്കന്ധം അതുപോലെ പറഞ്ഞാൽ പിന്നെ ഇനി സപ്താഹം കേൾക്കാൻ പോയാലല്ലേ കുഴപ്പമുള്ളൂ, പോയില്ലെങ്കിൽ സുഖമായിട്ടിരിക്കാലോ എന്ന് പറയും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി എങ്ങനെയാണ് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തി സാത്വികമായിട്ടുള്ള രീതിയിലേക്ക് ആക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു. കാരണം ഈ സാത്വികമായിട്ടുള്ള രീതി കൊണ്ട് മാത്രമേ പരമാർത്ഥ ജ്ഞാനം നമുക്ക് ലഭിക്കുള്ളൂ. ഈ പരമാർത്ഥ ജ്ഞാനം തന്നെയാണ് ഭക്തി. ആ യഥാർത്ഥ ജ്ഞാനത്തിന്റെ പ്രകാശം തന്നെയാണ് ഭക്തി എന്ന് മനസ്സിലാക്കുക. അത് തന്നെയാണ് ഭക്തിയെ പല രീതിയിൽ പറയുന്നു. ഭഗവത് സ്വരൂപത്തെ അറിയല്, അതിനെയും ഭക്തി എന്ന് പറയുന്നു. അതുകൊണ്ട് ആ സാത്വികമായിട്ടുള്ള ഭാവത്തെ സ്വീകരിക്കുമെന്ന് ഭഗവാനത ഉദ്ധവനിവിടെ ഉപദേശിച്ചു കൊടുത്തു. ഈ സത്വവർദ്ധനയ്ക്ക് പിന്നീട് ഒരു 10 കാര്യങ്ങളാണ് ഭഗവാൻ പിന്നീട് പറഞ്ഞു കൊടുക്കുക. ആഗമോപപ്രജാദേശ കാല കർമ്മച ജന്മച ധ്യാനം മന്ത്രോധ സംസ്കാരോ ദശൈരേ ഗുണഹേതവ. സാത്വിക ഗുണം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് 10 കാര്യങ്ങളെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നു. ശാസ്ത്രം, ജലം, ജനം, സ്ഥലം, സമയം, പ്രവൃത്തി, ജന്മം, ധ്യാനം, മന്ത്രം, സംസ്കാരം. ഈ 10 കാര്യങ്ങളെ